ഹായ് വാസ്. അപ്പം ഞാൻ കുറേ ദിവസമായിട്ട് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ ഒന്ന് പോസ്റ്റ് ചെയ്യാന്നുള്ളത്. ഇന്നാണെങ്കിൽ ഒരു രക്ഷയില്ല, ഒട്ടും ഉറക്കം വരുന്നില്ല, ഒരു മൂഡ് സെൻസിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്താണെന്നറിയില്ല, ചങ്ങമ്പഴ നല്ല തിരക്കുണ്ടായിരുന്നു. അത്യാവശ്യം ഈ ഫുൾ ബോഡി വാക്സിങ്ങിൻ്റെ വീഡിയോ ടൈപ്പിനുണ്ടല്ലോ, ഡെയിലി ഒരു 10 പേരെങ്കിലും എന്നെ വിളിക്കും കോൾസ്. ഫുൾ ബോഡി വാക്സിൻ കണ്ണടച്ച് പറയാ, സൂപ്പർത്താണ് ഫുൾ ബോഡി വാക്സിൻ. അത് നമ്മുടെ കിട്ടിലൻ പാക്കേജ് ഇട്ടുണ്ട്. ഫുൾ ബോഡി വാക്സിങ്ങും അതിൻ്റെ ഒപ്പം തന്നെ ഫുൾ ബോഡി പോളിഷിങ്ങും അതിൻ്റെ ഒപ്പം തന്നെ ഒരു ടാൻ റിമൂവൽ ഫേഷ്യൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ ഫുൾ ബോഡി പോളിഷിങ്ങിൽ അണ്ടർആം ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. അണ്ടർആമിൽ ഒരുപാട് പേർക്ക് ബ്ലാക്ക് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അണ്ടർആം ടാൻ റിമൂവൽ കൊടുക്കുന്നുണ്ട്, ഫുൾ ബോഡി വാക്സിൻ കൊടുക്കുന്നുണ്ട്, ഫുൾ ബോഡി പോളിഷിങ് കൊടുക്കുന്നുണ്ട്. നിർബന്ധമായിട്ടും എല്ലാ സ്ത്രീകളും ഒരു പ്രാവശ്യമെങ്കിലും ഫുൾ ബോഡി വാക്സിങ്ങും ഫുൾ ബോഡി പോളിഷിങ്ങും ചെയ്തേ മതിയോ. അപ്പോൾ നിങ്ങൾ ആയുർവേദ സെൻ്ററുകളിൽ പോകുന്നുണ്ട്, ആയുർവേദ ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുന്നുണ്ട്, എല്ലാം നമുക്കറിയാം. പക്ഷേ ഇതൊരു ഡീപ്പ് ക്ലെൻസിങ് ആണ്. ഈ ഒരു ഫുൾ ബോഡി വാക്സിൻ എന്ന് പറയുന്നത് ഡീപ്പ് ഹീലാണ് ശരിക്കും പറഞ്ഞാൽ സംഭവിക്കുന്നത്. നല്ല എക്സ്പീരിയൻസ് ഉള്ള ടെക്നീഷ്യൻ ആയിരിക്കും നമ്മുടെ ഷഫീനാസിൻ്റെ എഗ്രി. നമുക്കത് സൂപ്പറായിട്ട് ചെയ്യാം. എന്നാലും സ്കിന്നൊക്കെ ഒന്ന് നോക്കി വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് നമ്മളത് പ്രിഫർ ചെയ്യാറുള്ളത്. ഭയങ്കര സെൻസിറ്റീവ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ചില പോർഷൻസൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സും ഉണ്ട്. അപ്പോൾ അത് മറക്കണ്ട. നമ്മുടെ ഫുൾ ബോഡി പോളിഷിങ് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. ഫുൾ ബോഡി പോളിഷിങ്ങിൻ്റെ അപ്പോൾ ഞാൻ 2-3-4 പോയിന്റ്സ് കണ്ടിട്ടുണ്ട്. ഒന്ന് ഫുൾ ബോഡി പോളിഷിങ്, ഫുൾ ബോഡി വാക്സിങ്, അതുപോലെ തന്നെ അണ്ടർആം ട്രീറ്റ്മെൻറ്റ്, പിന്നെ ഫേസിൽ ടാൻ റിമൂവൽ ട്രീറ്റ്മെൻറ്റ്, ഹെയറിൽ ഹെയർ കട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഹെയർ സ്പായോ ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാം കൂടി ഒരു 4500 ആണ് കേട്ടോ ഞാൻ ഓഫർ ഇട്ടേക്കുന്നത്. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. അതായത് ഫുൾ ബോഡി പോളിഷിങ്ങിനും ഫുൾ ബോഡി വാക്സിങ്ങിനും അണ്ടർആം ട്രീറ്റ്മെൻറ്റിനും ടാൻ റിമൂവലും ഹെയർ സ്പാ ഒരു ഹെയർ കട്ട് എല്ലാം കൂടി നമ്മൾ ആകെ ഇട്ടേക്കുന്ന പോയിന്റ്സ് 15 പോയിന്റ്സ് ആണ് നമ്മൾ ഇട്ടേക്കുന്നത്. ഈ 15 പോയിന്റ്സിന് നമ്മൾ പറയുന്നത് 4500 ആണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, നല്ല ടൈം എടുക്കുന്ന വർക്ക് ആയതുകൊണ്ട് അപ്പോയിൻമെൻറ്റ് എടുക്കണം നിർബന്ധമായിട്ടും. മാക്സിമം സാറ്റർഡേ സൺഡേ നിങ്ങൾ ഒഴിവാക്കുക വരാനായിട്ട്. അതുപോലെ ബാക്കി എല്ലാ ഹാപ്പി അവേഴ്സിലും നിങ്ങൾക്ക് അങ്ങോട്ട് വരാവുന്നതാണ്. അതിനും പുറമെ നമ്മുടെ ഷഫീനാസിൻ്റെ എപ്പോഴും പറയും ഈ നൈറ്റ് കെയർ, കാരണം ഞാൻ മേക്കപ്പ് ഇല്ലാതെ പുറത്തിറങ്ങാറില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോഴെങ്കിൽ ഈ ഡെയിലി വ്ളോഗ് ചെയ്യണമുണ്ട്, ഫേസിലിങ്ങനെ നല്ല ഭംഗിയിലിങ്ങനെ പാക്കൊക്കെ ഇട്ടൊരു വിധം. ഇന്ന് ഞാൻ ഷോപ്പിൽ പോയപ്പോൾ ഒന്ന് കുറേ പേര് പറഞ്ഞു, മാം നിങ്ങളുടെ സ്കിന്നൊക്കെ ഭയങ്കര ക്ലിയർ ആയിട്ടിരിക്കണോ ഒക്കെ പറഞ്ഞു. കാരണം അതിൻ്റെ എല്ലാ ലെയേഴ്സും ഹീലായി. ഇപ്പം എനിക്ക് തോന്നുന്നു ഈ പിഗ്മെൻറ്റും നല്ല രീതിയിൽ കുറഞ്ഞു. പക്ഷെ ഞാൻ ചെയ്യുന്ന എൻ്റെ പേഴ്സണൽ റെമഡിയാണ്. അത് ഗുഡ് ആവാം ബാഡ് ആവാം, പക്ഷെ എനിക്ക് റിസൾട്ട് ഉണ്ട്. കാരണം ഞങ്ങളെപ്പോഴുള്ള ആളുകൾ കിച്ചണിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് നമ്മുടെ ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രിഫർ ചെയ്യും. നമ്മൾ ഒരുപാട് ഹോട്ടൽ ഫുഡൊന്നും കഴിക്കുന്ന ആളൊന്നുമല്ല. അപ്പം ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ കുറേ പാക്കുകൾ ഇടുന്നുണ്ട്, അതുപോലെ മേക്കപ്പ് ഇടുന്നുണ്ട്. ഞാൻ മേക്കപ്പ് റിമൂവറൊന്നും അധികം യൂസ് ചെയ്യുന്ന ആളല്ല. അതുപോലെ ഈ കോജിക് ആസിഡ് ലാക്റ്റിക് ആസിഡ് ഒന്നുമില്ല. ഒറിജിനലായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. പിന്നെ നമ്മുടെ കിട്ടുന്ന ഫേഷ്യൽസ് ലൈറ്റ്സ് ഇതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ഫേഷ്യൽസ് ഒക്കെ ചെയ്യുന്നത് നമുക്ക് ഏജ് ലിഫ്റ്റ് ചെയ്യാനാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറില്ല, എനിക്ക് 25 വയസ്സായൊരു മകനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ 25 വയസ്സായൊരു മകനുണ്ടെങ്കിൽ എത്രമാത്രം സ്കിൻ കെയർ നമ്മൾ കെയർ ചെയ്യണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ എൻ്റെ സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ ഞാനൊരു ബേബി പോലെയാണ്. കാരണം ഇപ്പോൾ അറിയാമല്ലോ, ഈ പാക്കും കാര്യങ്ങളൊക്കെ ഇട്ട് എൻ്റെ സ്കിൻ ഭയങ്കര സോഫ്റ്റാണ്. ഫേസ് വാഷൊക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ എനിക്ക് ഇപ്പോൾ ഒരു ഇഷ്ടം തോന്നിയത് മേക്കപ്പ് ഇടുന്നുണ്ട്, സ്കിൻ കെയർ നോക്കുന്നുണ്ട്. ജോൺസൻ്റെ ഈ ഒരു ഷാമ്പൂ ഇല്ലേ, ഇത് ഞാൻ കുറച്ചെടുക്കും. അത് കുറച്ചെടുത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് ചെറിയതായിട്ടൊന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഫേസിലൊന്ന് ഡിപ്പ് ചെയ്ത് നന്നായിട്ട് ഞാൻ അങ്ങോട്ട് പതുക്കെ ഒന്ന് ഫേസ് ഫോം ചെയ്ത് വാഷ് ചെയ്ത് കളയും. വിത്തിൻ സെക്കൻഡ്സ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം, ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് എനിക്കറിയില്ല. ഇതിൽ എൻ്റെ സ്കിന്നിന് മേക്കപ്പ് ഇടുന്നത് കൊണ്ടായിരിക്കും ഒരു പക്ഷേ ഞാൻ ഹാപ്പിയാണ്. ഈ ഒരു ചെറിയ ടീനെ ഞാൻ മേടിച്ച് വെച്ചിട്ടുള്ളൂ. അതിനുശേഷം ഇതെല്ലാം വാഷ് ചെയ്ത് ഞാൻ നേരെ നമ്മുടെ ജോൺസൻ്റെ ബേബി ഓയിൽ ഇടും. ഈ ജോൺസൻ്റെ ബേബി ഓയിലിട്ട് നന്നായിട്ട് ഫേസിൽ ഞാൻ പറഞ്ഞ സ്ട്രോക്സ് ഒക്കെ ഉണ്ടല്ലോ, അത് പ്രകാരം നല്ലൊരു മസാജും ചെയ്യും. അതെല്ലാം കഴിഞ്ഞ് വീണ്ടും ഒരു സിപ്പും കൂടി ഇതെടുത്തിട്ട് പതുക്കെ നമ്മൾ ഒന്നും കൂടി വൈപ്പ് ഓഫ് ചെയ്ത് നമ്മൾ കളയുന്നുള്ളതാണ്. വീണ്ടും നമ്മൾ ചെയ്യുന്നത് ജോൺസൻ്റെ ഈ ഒരു മോയ്സ്ചറൈസർ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും ഈ സാക്ഷിയൊക്കെ മേടിക്കുള്ളൂ. ബൾക്കായിരുന്നു മേടിച്ചിരിക്കുന്ന പരിപാടികളില്ല കേട്ടോ. ഇത് നല്ല ഫേസ് ആൻഡ് നെക്കിൽ അപ്ലൈ ചെയ്ത് സുഖമായിട്ട് ഞാൻ കിടന്നുറങ്ങാം. ഇതാണ് എൻ്റെ നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ വരുന്നത്. അതുപോലെ കാല് കൈയൊക്കെ നമ്മളിങ്ങനെ ഒരുപാട് യാത്ര ചെയ്യുന്നത് വർക്കൊക്കെ ചെയ്യണതല്ലേ, ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ കാലിൽ കുറേ ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടി ഒരു ടിപ്സ് ആൻഡ് ട്രിക്സ് ഉണ്ട്. ഇതും ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിച്ചാൽ മതി. പക്ഷെ ഫേസിലൊന്നും അധികം യൂസ്
യൂസ് ചെയ്യരുത്. എന്നാൽ ഭയങ്കര മെലാസ്മയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ആ പിഗ്മെൻ്റ് ഏരിയാസിൽ മാത്രം ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക. അല്ലാതെ നിങ്ങൾ കയ്യിലോ കഴുത്തിലോ ഒക്കെ നിങ്ങൾക്കത് യൂസ് ചെയ്യാവുന്നതാണ്. ബ്ലാക്ക് ഉള്ള ഏരിയാസിൽ അതും അലർജി ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. മനസ്സിലായല്ലോ? അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ പറഞ്ഞ ഒരു നൈറ്റ് കെയർ റുട്ടീനാണ്, സിമ്പിളാണ്. അതിന് പുറമെ ഞാൻ 2-3 സപ്ലിമെൻറ്റ്സ് എടുക്കുന്നുണ്ട് കേട്ടോ. അത് ഈ വൈറ്റമിൻസ് കൊടുക്കുന്നുണ്ട്, അതുപോലെ omega-3 കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഞാനിങ്ങനെ രാത്രി ഉറങ്ങും മുന്നേ കഴിക്കുന്ന എൻ്റെ സപ്ലിമെൻറ്റ്സ് ആണ്. ബോഡിക്ക് നല്ല ഹെൽത്ത് ഉണ്ടാവാനും എനർജറ്റിക് ആവാനും തുള്ളിച്ചാടി നടക്കാനൊക്കെ ആയിട്ട് ഞാൻ കഴിക്കുന്ന 2 സപ്ലിമെൻറ്റ്സ് ആണ്. ഇതിനെ കൂടുതൽ അറിയണമെന്നുള്ള ആളുകൾക്ക് നിങ്ങൾ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ പേഴ്സണൽ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ ഞങ്ങൾക്ക് മെസ്സേജ് സെൻഡാക്കി തരാം. സൂപ്പറാണത്. അപ്പോൾ ഞാൻ എപ്പോഴും എൻഡോക്രൈനോളജി അല്ലെങ്കിൽ ഹെൽത്തിന് വേണ്ട സപ്ലിമെൻറ്റ്സ് കാര്യങ്ങൾക്കൊക്കെ വളരെ എന്നിട്ടും നമുക്ക് എന്തെല്ലാം സമയദോഷനെ നമുക്ക് പറയാൻ പറ്റും. എല്ലാം നമുക്ക് പോസിറ്റീവ് ആവണമെന്നൊന്നുമില്ല. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇവിയോൺ. ഇത് ഭയങ്കര നല്ലൊരു സംഭവമാണ് കേട്ടോ. പക്ഷെ ഇതെല്ലാത്തിനും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ കുറേ ടിപ്സും ട്രിക്സൊക്കെ ഞാൻ വളരെ വർത്ത്ഫുള്ളായിട്ടുള്ള കുറേ ടിപ്സ് ആൻഡ് ട്രിക്സുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യും. തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോസ് കാണും, ഒപ്പം സലൂൺ സർവീസസും. പക്ഷേ ഞാൻ കുറേ ദിവസമായിട്ട് പറയുന്നുണ്ട് ബോഡി പോളിഷിങ്. അതൊരിപ്പോൾ ലിമിറ്റഡ് പീരീഡ് ഓഫറാണ്. കുറച്ച് ആളുകൾക്കാണ് നമ്മൾ ഈ ഒരു വാക്സിൻ നല്ല പണിയുള്ള കാര്യമാണ്. അത് നോർമൽ വാക്സിൻ അല്ല നമ്മൾ ചെയ്യുന്നത്. റിക്ക വാക്സ്, അറബിക് വാക്സ്, ബ്രസീലിയൻ വാക്സ്, ഇതൊക്കെയാണ് നമ്മൾ നോർമൽ വാക്സ്. നമ്മുടെ ഒരു ബ്രാഞ്ചിലും നമ്മൾ യൂസ് ചെയ്യാറില്ല. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ബ്രൈഡ്സ് ഇപ്പോൾ കല്യാണമൊക്കെ വരികയാണ്, സീസണൊക്കെ വരികയാണ്. അപ്പം നിങ്ങളുടെ കല്യാണത്തിന് മുൻപ് ഇപ്പോഴേ തന്നെ നിങ്ങൾ അലർജി ടെസ്റ്റ് ചെയ്യുക. അഥവാ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്തെടുക്കാനുള്ള ഒരു സമയം നമുക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ഡെലിവറി കഴിഞ്ഞ സ്ത്രീകൾ നിർബന്ധമായിട്ടും ബോഡി വാക്സിൻ ചെയ്യുക എന്നുള്ളതാണ് 110%. അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. അതുപോലെ തന്നെ സ്കിൻ ഹൈജീൻ ആവണം. അതായത് നമ്മൾ പറഞ്ഞു ഞാൻ ഇത്രയും നാൾ ആൺകുട്ടിയായിരുന്നു, ഇപ്പോൾ ഞാൻ പെൺകുട്ടിയാവാൻ വേണ്ടിയിട്ടാണ് ഈ വാക്സിൻ എന്ന്. അങ്ങനത്തെ കുറേ ക്ലയൻസ് ഉണ്ട്. ഓവറായിട്ട് ഹെയർ ഗ്രോത്ത് ഉള്ള ആളുകൾ, ഓവർ ഹോർമോൺ വേരിയേഷൻസ് ഉള്ള കുട്ടികൾ. അപ്പോൾ ഇത്രയും നാൾ ഞാൻ ആൺകുട്ടിയായിരുന്നു, ഇപ്പോൾ എനിക്ക് പെൺകുട്ടിയാവണം, അതിനെ ഞാൻ ഫുൾ ബോഡി വാക്സിങ്ങിന് വന്നേ. കറക്റ്റാണ്. ഇങ്ങനെയും കുറേ സ്ട്രെസ് ആവുന്ന ഒരുപാട് പേര് നമ്മുടെ ഇൻഡസ്ട്രിയിലുണ്ട്, നമ്മുടെ ഈ ലൈഫിലുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ വാക്സിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ നൈറ്റ് കെയർ, സ്കിൻ കെയർ ഒക്കെ ഒന്ന് ചെറിയ രീതിയിലാണെങ്കിലും നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. കാരണം ഇപ്പോഴത്തെ ജനറേഷൻ ഫുൾ സിറംസ് ആണല്ലോ യൂസ് ചെയ്യുന്നത്. ഒരുപാട് സിറംസ് ഉണ്ട്, ഞാൻ പേരെടുത്ത് ഒന്നും പറയുന്നില്ല. പക്ഷെ അത് എത്രമാത്രം യൂസ് ഉണ്ട് നമുക്കറിയാം. ഞങ്ങളുടെ ഒരു ജനറേഷൻ പണ്ട് മുതലേ ഈ കടലമാവും കാപ്പിപ്പൊടിയും മഞ്ഞപ്പൊടിയും തൈരൊക്കെ ഇട്ടിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പരിധി വരെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇനിയൊരു ജനറേഷൻ്റെ റിസൾട്ട് അറിയണമെങ്കിൽ ആഫ്റ്റർ ഞങ്ങളുടെയൊക്കെ കാലം കഴിഞ്ഞ് അവർ ഓൾഡ് ആകുമ്പോഴാണ് അതിനെന്തായിരുന്നു സൈഡ് എഫക്ട്സ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഞങ്ങളെ ഉള്ളൊരു ജനറേഷൻ, ഞങ്ങളെ ഈ പറഞ്ഞ പോലെ 18, 19, 20 എന്നൊക്കെ നിങ്ങളെ നമ്മൾ കളിയാക്കുന്നുണ്ടല്ലോ. പക്ഷെ ഞങ്ങളെല്ലാം സേഫ് ആൻഡ് സെക്യൂർഡാണ്. ഞങ്ങളൊരു സ്കിൻ ഡോക്ടറെ കണ്ടൊന്നും അല്ലായിരുന്നു. ഞങ്ങൾ ഹെൽത്തിന് വേണ്ടി സ്കിൻ ഡോക്ടറെ കാണുമായിരുന്നു, ഡെലിവറിക്ക് വേണ്ടി പോകുമായിരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും പനിയോ കാര്യങ്ങളോ വരുമ്പോൾ പോകുമായിരുന്നു. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ലൈഫിലും എനിക്ക് കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇത്രയും ഡിപ്പെൻഡബിൾ ആയിട്ട് ഡോക്ടേഴ്സ്. പുറം നാട്ടിലൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് അറിയാം, മരിച്ചു വീണാൽ പോലും ഡോക്ടറെ കാണൽ കുറവ്. ഒരു പനി വന്ന് ചുമ വന്നൊരു സീരിയസ് വന്നാൽ പോലും അവിടെ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടണമെങ്കിൽ എത്ര സമയം എടുക്കും എന്നുള്ളതാണ്. അപ്പോൾ പരമാവധി കുറേയൊക്കെ നമ്മൾ പേഴ്സണൽ കെയർ കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ ഞാൻ പറയുമ്പോൾ അതുപോലെ തന്നെ നമ്മുടെ റോസ് വാട്ടർ, ഇതൊക്കെ നമ്മുടെ വീട്ടിൽ നമ്മളൊരു മേക്കപ്പ് ബോക്സ് പറയുന്ന പോലെ ഇതൊക്കെ നമ്മുടെ പേഴ്സണൽ സ്കിൻ കെയർ നമ്മൾ മേടിച്ച് വെക്കേണ്ട കൊച്ചു കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മൾ 100% നിങ്ങളിങ്ങനെ ഒരു ചെറിയൊരു സ്കിൻ കെയർ റൂട്ടീന്നും മറ്റ് ഇത്തരം കാര്യങ്ങളൊക്കെ വെക്കി റെഡി ടു എന്ന് പറഞ്ഞേക്കാട്ടി കുറച്ചും കൂടി യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതല്ല. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ ഒരു സ്കിൻ കെയർ റുട്ടീനാണ് ഇപ്പോൾ പറഞ്ഞത്. എന്തായാലും നിങ്ങൾ കേൾക്കുക, ശ്രമിക്കുക, ട്രൈ ചെയ്യുക. അതിൻ്റെ ഒപ്പം തന്നെ ഞാനൊരു വീഡിയോ കൂടി നാളെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കാലും കൈയൊക്കെ ഒന്ന് എമർജൻസി ക്ലീൻ ആൻഡ് ക്ലെൻസ് ആവാനും ഇൻഫെക്ഷൻ മാറാനും ഒരു 2 ആഴ്ച കൂടുമ്പോൾ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കാണാൻ എനിക്ക് അഭിപ്രായം ചെയ്താൽ. ബൈ, ഗുഡ് നൈറ്റ്.